Good evening, everyone, and good morning to all my YouTube viewers. Good evening to all my class members. ഇന്ന് നമ്മൾ ഹയസ്റ്റ് സ്കോറിലേക്ക് വന്നതാണ് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം ഒരു നല്ല സന്ധ്യ അല്ലെങ്കിൽ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും. ഇന്നലത്തെ ടെസ്റ്റുകൾ നിങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് അതിന്റെ ഇമ്പാക്റ്റ് ആയി കുറെ പേര് കമന്റ് ചെയ്തിരുന്നു, സാറേ എനിക്ക് ഇത്ര കിട്ടി, എനിക്ക് ഇത്ര കിട്ടി, എനിക്ക് ഇത്ര കിട്ടി. ഇന്നലെ അതിന്റെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മായാദേവി നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അത് ഇപ്പോഴും പറയുന്നു, ദ മോസ്റ്റ് ഡിസൈറബിൾ പേഴ്സൺ ആണ് കൊടുത്തത്, ഒരു തെറ്റുമില്ല. വളരെ എന്തോ അത് ഒരു ഇങ്ങനെയൊക്കെ പ്രകൃതി എങ്ങനെയാണ് കണക്ട് ചെയ്ത് തരിക നമുക്കറിയില്ല. അപ്പോ ഇതിൽ ഇനിയും ഉള്ള ആൾക്കാർ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, മാറ്റം ഉണ്ടാക്കണം എന്നുള്ളത് വളരെ നിങ്ങൾക്ക് എന്താ പറയാ യൂണിവേഴ്സ് നൽകുന്ന ഒരു ശക്തിയാണ്. ഇത് മറക്കുക. ഇപ്പോ നമ്പർ 188 വന്നു, അവിടെ 8 അഗെയിൻ വിൽ ബി നമ്മുടെ ഒരു പ്ലസ് സൈൻ ആയിട്ട് കാണുന്നു. അപ്പൊ നമ്മുടെ സംഖ്യയെ പറ്റിയും ദൈവിക നമ്പറുകളെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ പുതിയ യൂട്യൂബ് കാണുന്നവരൊക്കെ കാണുക. പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത്, നമ്മുടെ 2 ലൈവ് പ്രോഗ്രാംസ് ഒക്ടോബർ ഈ മാസം തന്നെ അല്ല അടുത്ത മാസം ഒക്ടോബറിൽ, ഒന്ന് 6-ാം തീയതി ദുബായിൽ ഭാഗത്തുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ സീറ്റുകൾ ലിമിറ്റഡ് മാത്രമേ വെക്കുള്ളൂ. കാരണം നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ്, സിംഗിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്ത് വരാനുള്ള കാര്യമാണ്. ദുബായ് പ്രോഗ്രാമിന്റെ ഫീസ് 500 ദിർഹംസ് മാത്രമാണ്. അത് ഫുഡ്, രാവിലെ 2 ചായ, അവിടുത്തെ ബാക്കി എല്ലാ സാധനങ്ങളും, എൻട്രി പാസ്, പാർക്കിങ്, എല്ലാ സൗകര്യവും ഉണ്ട്. നല്ലൊരു 4 സ്റ്റാർ ഹോട്ടലിലെ പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ലിമിറ്റഡ്, കുറച്ച് സീറ്റേ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് ഉള്ളവർ എത്രയും ദുബായ്, നമുക്ക് ബർദുബായി തന്നെയായിരിക്കും ഹോട്ടൽസ് എവിടെയാണുള്ളത്. ബർദുബായിൽ നല്ല ഹോട്ടൽസ് എന്നാണ്. ഞാൻ ഹോട്ടൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺഫേം ആയിട്ടില്ല. കാരണം ഞാൻ കുറച്ച് ഫെസിലിറ്റി അവിടെ ആഗ്രഹിക്കുന്നുണ്ട്, ഫുഡും പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ഹോട്ടലായിട്ട് ഫിക്സ് ചെയ്യാം. എത്ര പേര് രജിസ്റ്റർ ചെയ്യുന്നതനുസരിച്ചിരിക്കും ദുബായ് പ്രോഗ്രാമിന്റെ. അതുപോലെ തന്നെ കൊച്ചി പ്രോഗ്രാമും നമ്മൾ 13-ാം തീയതിയാണ് ഇപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവിടെയും ഹോട്ടലിൽ കൃത്യം കൺഫേം ആയിട്ടില്ല. 5-6 ഹോട്ടൽസിന് പറഞ്ഞു. അവിടെ മെനൂസ് ഒക്കെ ഒന്ന്, സൗകര്യങ്ങളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊച്ചി ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് ഏത് നല്ലൊരു ഹോട്ടൽ. നമുക്ക് നല്ലൊരു സ്പേസ് വേണം. കാരണം നമുക്ക് ഡയറക്റ്റ് എല്ലാവർക്കും ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. കാരണം അവിടെ വന്നിട്ട് ഇടിച്ചു ഒഴിച്ചു പോകുന്ന ഒരു അവസ്ഥ ആവരുത്. അപ്പൊ കുറച്ച് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള രജിസ്റ്റർ ചെയ്യാം. കൊച്ചിയിൽ 2 പരിപാടി പ്ലാൻ ചെയ്യുന്നു. ഈ മാസവും അടുത്ത മാസം 2 പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അന്ന് വിജയദശമി ഉള്ളത് കൊണ്ട് കുറെ പേർക്ക് അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് വിജയദശമി ആയത് വിഷയമുള്ളവർക്ക് നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്ത് വെച്ചോളൂ. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വെക്കാം. അതും ഇതുപോലെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾക്ക് അത്രയും അടുത്ത് പെരുമാറുന്ന, അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരേക്ക് നമ്മൾ ഉണ്ട്. അന്ന് മാക്സിമം ഞാൻ ചിലപ്പോൾ തലേദിവസം അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അടുത്ത് വരാനുള്ളവർക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് സലീം ഓൾറെഡി നമ്മൾ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. സലീമിനെ സംസാരിക്കുന്ന എടുക്കാം. എനിക്ക് കുഴപ്പമില്ല, റിസോർട്ട് ആയാലും എന്തായാലും കുഴപ്പമില്ല, നല്ല ഫെസിലിറ്റി ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ വല്ലാണ്ട് കൺജസ്റ്റഡ് ആയി ചൂടെടുത്ത് ഇതുണ്ടാവുന്ന ഒരു സൗകര്യമാവരുത്. നിങ്ങൾക്ക് ആർക്കും സജസ്റ്റ് ചെയ്യാം, ഇറ്റ്സ് ഓപ്പൺ ഫോർ യു. ബിക്കോസ് ഇത് നിങ്ങളുടെ പ്രോഗ്രാമാണ്. ഞാൻ അവിടേക്ക് വരികയാണ് ചെയ്യുന്നത്, അല്ലാതെ എനിക്കിത് ഫീസ് തന്നിട്ട് ഒരു വലിയ പരിപാടി എന്നല്ല. നമ്മുടെ പ്രോഗ്രാമാണ്. അതിലേക്ക് എങ്ങനെ വേണം എല്ലാവർക്കും ചർച്ച ചെയ്ത് നമുക്ക് കാര്യങ്ങൾ എടുക്കാം. ഇപ്പൊ ഞാൻ സലീമിനെ ഇൻവൈറ്റ് ചെയ്യാണ്, എന്തോ കാര്യം പറയാനുണ്ട്. മോസ്റ്റ് വെൽക്കം സലീം. സാറേ നമസ്കാരം. എന്റെ പേര് സലീം, ഞാൻ ബഹ്റൈനിൽ നിന്നാണ്. ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നു, സ്റ്റേഷനറിയുടെ സപ്ലൈ, ഓഫീസ് സപ്ലൈ ആണ്. കാരണം നമ്മള് 2-3 ദിവസം തന്നെ ആ 17 ടെക്നിക്ക് ചെയ്തില്ലേ, നേരം സാർ പറഞ്ഞ അനുസരിച്ചിട്ട് ഞാനൊരു എമൗണ്ട് ഇവിടെ എഴുതിയിരുന്നു. എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, ഒരു എമൗണ്ട്, ഒരാഴ്ചയ്ക്ക് എമൗണ്ട് ആവശ്യമുണ്ടായിരുന്നു. 1500 ദിനാറ് വേണമെന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയത്. എന്തോ ഔപചാരം എനിക്ക് കിട്ടാനുള്ള, ഞാൻ പ്രതീക്ഷിച്ച പൈസ അല്ല കിട്ടിയത്. പക്ഷെ എന്റെ ഒരു കസ്റ്റമർ 3 മാസം കൂടി ഇരുന്നിട്ട് 1 മാസത്തെ പൈസയാണ് തരുന്നത്. എന്തോ എനിക്കറിയില്ല. ഇന്ന് എനിക്ക് അവർ 2 മാസത്തെ പൈസ ഒരുമിച്ച് അയച്ചു തന്നു. അത് ആണ് വലിയ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്. കാരണം പൈസ വരുന്ന ബിസിനസ്സുകാരാകുമ്പോൾ പൈസ വരുമല്ലോ. പക്ഷെ എനിക്കൊരു അത്യാവശ്യമായിരുന്നു, അങ്ങനെ ഞാൻ മനസ്സിൽ കരുതിയാണ്. അങ്ങനെ 1414 ദിനാറ് എനിക്കിന്ന് കിട്ടിയത്. അതാണ് ഒരു 86 ദിനാറ് നമ്മള് പ്രൊഡിക്ട് ചെയ്തതിന്റെ 86 ദിനാറ് കുറവേ ഉള്ളു. പക്ഷെ എനിക്ക് സാർ ഇത് വന്നപ്പോഴേ എന്റെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തതും കൂടി ഞാൻ പറയേണ്ടി. താങ്ക് യു വെരി മച്ച് സാർ. ഇത് വളരെ അപ്രിഷിയേറ്റഡ് ആണ്. കാരണം
ഞാൻ കുറെ ദിവസമായി സാറിന് നോട്ട് ചെയ്ത് വെച്ചു, സത്യമായിട്ട് പറഞ്ഞു. എന്നാണ് സലീം ഒരു റിസൾട്ടുമായി വരുന്നത് ഞാൻ ഓരോ ദിവസവും നോക്കി വെച്ചത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ ആളെയും വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആ ഇരുത്തവും നിങ്ങൾ അതിലെടുക്കുന്ന അറ്റൻഷനും ഞാൻ നല്ല ശ്രദ്ധാപൂർവ്വം നിങ്ങളെ വാച്ച് കാണാറുണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് ഇന്നില്ലെങ്കിൽ നാളെ സലീം റിസൾട്ടുമായി വന്നേ പറ്റുള്ളൂ. ദർ ഇസ് നോ ഓപ്ഷൻ ഫോർ സലീം. പക്ഷെ ഐ വിൽ ടേക്ക് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിന്നുകൊണ്ട് പറയുന്നു, സലീമിന് വരാൻ പോകുന്ന ബിഗ് ചേഞ്ചസ് ആണ്, വലിയ മാറ്റമാണ്. ഇപ്പോഴും സലീമിന്റെ അടുത്ത് വലിയ ബ്ലോക്കേജ് കിടക്കുന്നുണ്ട്. ആ ബ്ലോക്കേജ് സലീം ഒന്ന് പൊട്ടിച്ചാലുണ്ടല്ലോ വലിയ മാറ്റമാണ് സലീം വരാൻ പോകുന്നത്. കാരണം സലീം ഓൾറെഡി ആ ട്യൂണിങ്ങിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ട്യൂൺ ചെയ്യുന്നു, പക്ഷെ ഏതോ ഒരു സാധനം ബ്ലോക്ക് ഉണ്ട്. അതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മുൻകാലത്ത്, എനിക്കറിയില്ല, മുൻകാലത്ത് വന്ന ചില ബിസിനസിന്റെ പരാജയവും ബിസിനസിന്റെ ഒരു ഫിയർ ഒക്കെ ആവാം. ബിസിനസ് തുടങ്ങിയിട്ട് ഞാൻ 12 മാസം ആവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്നായിരുന്നു. സാറിന് അറിയാമെങ്കിൽ ഒഷാൻ ഗ്രൂപ്പില് ദുബായിലൊക്കെ ഉണ്ടല്ലോ, ഒഷാൻ ഗ്രൂപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് വരാണ്ട് അതിന്റെ പാർട്ടിലാണ് പോകുന്നത്. ഇനിയും ഇതുപോലെ വലിയ റിസൾട്ടുമായിട്ട് വരാൻ സാധിക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ. ഇന്നലത്തെ ടെസ്റ്റിൽ എത്രയായിരുന്നു സ്കോർ? 11. then that is good sign. Good sign. Keep it. Okay, sir. Thank you very much. Thank you. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? എനിക്കുണ്ട്. ശില്പക്കുണ്ടോ? ശില്പ ഇന്നും ഇന്നുണ്ട് സാറേ. സാറേ ഞാൻ വിഷൻ ബോർഡിൽ എഴുതി വെച്ചിരുന്നായിരുന്നു എനിക്കൊരു ഗോൾഡ് ചെയിൻ. ഞാൻ സാറിന് അയച്ചു തന്നിരുന്നല്ലോ വിഷൻ ബോർഡ്. അതിൽ എനിക്കൊരു ഗോൾഡ് ചെയിൻ ഉണ്ടായിരുന്നു. അത് ഞാനൊരു കല്യാൺ ജ്വല്ലേഴ്സിലൊരു സ്വർണ്ണച്ചിട്ടി ഉണ്ടായിരുന്നു. അതെനിക്ക് എഴുതി അയച്ചു തന്ന സംഭവമാണ്. എന്നിട്ട് സാർ എന്നോട് വെട്ടാനൊരു സാധനം ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളയാനും പറഞ്ഞു. അത് ഞാൻ വെട്ടിക്കളയുകയും ചെയ്തു. നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാനിപ്പോ 3-4 ദിവസം കൊണ്ട് 888 കാണുന്നുണ്ട്, 111 കാണുന്നുണ്ട്. അപ്പൊ ഇന്നും ഞാൻ 888 കണ്ടു. അപ്പൊ എനിക്ക് ഇന്നിത് ക്ലിയർ ആയ ദിവസമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. 11 months ആണ്. അത് ആയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഇന്ന് അവിടുന്ന് കോള് വന്നു. അത് മാത്രമല്ല, ഇപ്പോഴത്തെ റേറ്റും അല്ല, അന്ന് ചേർന്ന റേറ്റിൽ കിട്ടിയിരുന്നു. അതുകൊണ്ട് 1.25 പൗണ്ട് സ്വർണ്ണമാക്കാൻ പറ്റും. അപ്പൊ അതില് നല്ല പ്രോഫിറ്റ് കിട്ടിയില്ലേ? നല്ല പ്രോഫിറ്റ് കിട്ടി. അതുകൊണ്ട് 1.25 പൗണ്ട് വാങ്ങിക്കാൻ പറ്റും. ആ പ്രോഫിറ്റ് എടുത്തിട്ട് 5000 രൂപ കൊച്ചി പരിപാടിക്ക് അയച്ചപ്പോ തന്നെ തീർച്ചയായിട്ടും ഉണ്ട്. കൊച്ചി പരിപാടിക്ക് വരും. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് വരുമെന്ന്. ഞാനുണ്ടാവും, മോളും ഉണ്ടാവും. വളരെ സന്തോഷം. കാരണം ഇങ്ങനെ റിസൾട്ടുകളാണ് നമ്മൾക്ക്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ ഇപ്പൊ ഇവിടെ വന്ന് പറയാണ്, നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ ചെയ്ത ആ ഒരു പ്രവർത്തനം വളരെ ഐ അപ്രീഷിയേറ്റ് റിയലി, ബിക്കോസ് ദാറ്റ്സ് ഓൺലി ദ വേ ഐ ഗ്രോ. ഞാൻ വന്ന വഴി ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് കിട്ടിയ ക്ലാസ്സിലൊക്കെ ഞാൻ ഇതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നത്. അതൊരു വലിയ ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ അവിടെ നൽകിയത്. വെരി മച്ച് താങ്ക് യു ഫോർ ഇറ്റ് ആൻഡ് മോസ്റ്റ് അപ്രീഷിയേറ്റഡ്. ഇതുപോലെ എല്ലാവരും അവിടെ പറയുക. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞത്, നമ്മൾ പുറത്തോട്ട് എത്ര കൊണ്ടിരുന്നു അത്രേ ഇത് തെളിയത്തുള്ളൂ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾ ബാക്കി എല്ലാവരും ഉണ്ടാവും, പക്ഷെ അകത്തുനിന്ന് ഇത് സാധനം മുകളിലോട്ട് വന്നില്ലെങ്കിലോ സാധനം വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് വളരെ അപ്രീഷിയേറ്റ്. അതുകൊണ്ട് നിങ്ങൾ ആശാലക്ഷ്മി ചെയ്യുന്നത് വളരെ അപ്രീഷിയേറ്റഡ് ആണ്. അതുപോലെ കുറച്ച് ആൾക്കാർ നിങ്ങൾ എൻഗേജ് ചെയ്യുക. ആൾക്കാർ ജയപ്രകാശ് എടുത്ത് പറയാറുണ്ട്, നിങ്ങൾ എൻഗേജ് ചെയ്യുക, മറ്റുള്ളവരെ ട്യൂൺ ചെയ്യുക. അപ്പോൾ നിങ്ങളാണ് പഠിക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് ഓരോ ദിവസം പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ പഠിപ്പിക്കാനാണ്. ഒന്നും അല്ല കേട്ടോ, നിങ്ങളെ പഠിപ്പിക്കാനേ അല്ല ഞാൻ വരുന്നത്. ഞാൻ പുതിയ പഠിക്കാൻ വേണ്ടി വരുന്നത്, വേറൊന്നുമല്ല. ഞാൻ പഠിക്കാതെ ഇങ്ങനെയാണ് ഇത് പഠിക്കുക. കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ട്രെയിൻ ചെയ്യുക. എനിക്ക് വരുമ്പോൾ ശില്പ താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എനിക്ക് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവിടെ രഞ്ജുവിന് ഇവിടെ ഇതായോ, റിസൾട്ട് കിട്ടിയോ? പറയൂ രഞ്ജു. എന്റെ ബ്രദറിന്റെ കല്യാണമാണ് നെക്സ്റ്റ് മന്ത്. അവൻ ലവ് മാരേജ് ആണ്. പക്ഷെ അവന്റെ അപ്പൻ സമ്മതിക്കുന്നില്ലായിരുന്നു കല്യാണത്തിന്. അപ്പൊ അത് കാരണം വീട്ടിലെല്ലാരും ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ ചിറ്റപ്പന്റെ മോനാണേ. അപ്പം ചിറ്റപ്പൻ ഭയങ്കര ഈഗോ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ മെഡിറ്റേഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇരുന്നിട്ടപ്പം അവൻ എന്റെ തലേദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, അക്ക ഇതുപോലെ അപ്പൻ സമ്മതിക്കുന്നില്ല, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ മെഡിറ്റേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി ചിറ്റപ്പനെ ഒന്ന് വിളിക്കാമെന്ന്. ഞാൻ രാവിലെ
വിളിച്ചിട്ട് ഞാൻ കുറെ നേരം രാവിലെ ഏകദേശം ഒരു 7:30 മുതൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് ഒരു 3 മണിക്കൂറോളം ഞാൻ സംസാരിക്കേണ്ടി വന്നു. പക്ഷെ എന്നിട്ടൊന്നും ചിറ്റപ്പൻ കേൾക്കുന്നില്ല. അപ്പൊ എന്നാലും എന്റെ മനസ്സ് പറഞ്ഞു, ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നീടാണെങ്കിലും ചിറ്റപ്പൻ അതിനെപ്പറ്റി ചിന്തിക്കും. അപ്പൊ സാറ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും പിന്നെ എല്ലാം വളരെ, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ്. എനിക്ക് എന്തെങ്കിലും എന്നോട് അഗൈൻസ്റ്റ് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ ചിറ്റപ്പനോട് ഞാൻ വളരെ കൂളായിട്ട് നിന്ന് സംസാരിച്ച്, എല്ലാവർക്കും പേടിയാളെ, പക്ഷെ എനിക്ക് അന്നേരം പേടിയൊന്നും തോന്നിയില്ല. ഞാനങ്ങ് സംസാരിച്ച് എന്നോട് പറഞ്ഞു പറ്റില്ല, ഞാൻ കല്യാണത്തിന് പോവില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നടത്തിക്കോ, ഞാൻ കല്യാണത്തിന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ എന്നെ വീട്ടിലെല്ലാരും വിളിച്ച് വഴക്ക് പറഞ്ഞു, ചിറ്റപ്പനോട് നീ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചത്, ആള് ചെയ്യില്ല എന്നറിയാമല്ലോ, പിന്നെന്തിനാ ചെയ്യുന്നത്. ഞാൻ പറയും ഇല്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എന്നെ വിളിക്കും, കല്യാണത്തിന് പോകും എന്നുള്ളത്, അതെനിക്ക് ഉറപ്പാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് ചോദിച്ചാൽ അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു എനിക്കറിയാം, അതെനിക്ക് നല്ല വിശ്വാസമാണെന്ന് പറഞ്ഞു. എന്റെ മനസ്സിലത് ഞാനത് വിശ്വസിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം, നീ ഇത്രയൊക്കെ വിളിച്ച് പറഞ്ഞതല്ലേ, ഞാൻ കല്യാണത്തിന് സമ്മതമാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കല്യാണം നടത്താവുന്നു. എനിക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. അവർക്ക് സന്തോഷം, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് ഭയങ്കര സന്തോഷം. അത് അക്ക എന്നോട് പറയാം, മിറക്കിളാ സംഭവിച്ചത്, മിറക്കിൾ, എന്റെ അപ്പന്റെ സ്വഭാവം ഒരിക്കലും ചേഞ്ച് ആവില്ല. അത് ഞാൻ പറയാം, അല്ലടാ, നമ്മള് വിശ്വസിച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ആകും, ഉറപ്പാന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. ആ വാക്കുകളിൽ മുഴുനീളം ആ വാക്കുകളിൽ നിങ്ങൾ വെച്ചൊരു ഇതുണ്ടല്ലോ, വിശ്വാസം ഉണ്ടല്ലോ, ഇത് പറ്റുമെന്നുള്ള ഒരു വിശ്വാസം, അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് വെരി ഗുഡ്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റിസൾട്ട് എടുക്കാൻ തുടങ്ങി അല്ലേ? വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. റെഡി അല്ലേ എല്ലാവരും? വേറെ ഒക്കെ സംസാരിക്കണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, then come on, let's start. Ready. ആദ്യം റെഡി ആയതിനു ശേഷം ഹാപ്പി മതി കേട്ടോ. റെഡി ആയതിനു ശേഷം ഹാപ്പി രണ്ടും. യൂട്യൂബ് വീഡിയോ കാണുന്നവർ ഇത് രണ്ടും ഫോളോ ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ ദിവസവും നമ്മൾ ആദ്യം ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾ റെഡി എന്ന് ടൈപ്പ് ചെയ്യണം. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടാണ്. സെക്കൻഡ് ഹാപ്പി എന്ന് പറയണം. ഈ ഹാപ്പി എത്ര തവണ പറഞ്ഞു അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാപ്പി എത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്നു എന്ന് പറയുക, ശ്രമിച്ചു നോക്കുക. അപ്പോ വേറൊരു കാര്യം കൂടിയുണ്ട്. എല്ലാവരോടും, ഇവിടെ വരുന്നവരോടും യൂട്യൂബ് കാണുന്നവരോടും ഒരേ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം രാവിലെ ഇടുന്നത് ആദ്യം നിങ്ങൾക്ക് ഇത് ചായയുടെ വെള്ളം തിളക്കുമ്പോൾ ഈ സാധനം കിട്ടണമെങ്കിൽ, ചായക്ക് വേണ്ടി വെള്ളം തിളക്കുമ്പോൾ അതിൽ കൂടി ചേർക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിൽ പെട്ടതാണ് ഈ മോട്ടിവേഷൻ, ഈ ക്ലാസ്സുകളെങ്കിൽ അത് കിട്ടണമെങ്കിൽ, രാവിലെ തന്നെ കിട്ടണമെങ്കിൽ ഒരു ബെൽ ബട്ടൺ അങ്ങ് അമർത്തിക്കൊള്ളുക, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മറക്കാതിരിക്കുക. ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ സന്തോഷത്തോടു കൂടി, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ ഇന്നത്തെ സെഷനിൽ കിടക്കാണ്. ഇന്നത്തെ സെഷന്റെ പേരെന്താണ്? എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എവരിബഡി വാണ്ട് ദിസ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഉള്ളവർ മാത്രം അവരവരെ പേരെഴുതൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേര് മാത്രം എഴുതി അയക്കുക. ഇല്ലാത്തവർ 195 അല്ലെ, 200 ആൾക്കാരെ അല്ലെ, 200 കറക്റ്റ്, 200 ആൾക്കാരിൽ കൊണ്ട് 200 ആൾക്കാരും അവരെ പേരുകൾ എഴുതി അയക്കുക. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ ഇപ്പൊ ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് പറയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് മാനിഫെസ്റ്റേഷനെ പറ്റി പഠിപ്പിക്കണോ, മാനിഫെസ്റ്റേഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അത് പഠിപ്പിക്കണം? ആദ്യം നമുക്ക് അങ്ങനെയാണ് ടെസ്റ്റ്. ഇന്നലെ പറഞ്ഞ പോലെ 5 ചോദ്യം ചോദിക്കാം. ഇന്നലെ പറഞ്ഞ പോലെ ആരെങ്കിലും ബുദ്ധിപരമായി സ്കോർ കൂട്ടാൻ ശ്രമിച്ചിട്ട് ഗിഫ്റ്റ് കിട്ടാനാണ് വിചാരിക്കുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല കിട്ടുന്നത്. ഇന്ന് നേരെ മറ്റൊരു രൂപത്തിലാണ്, ഏതെന്ന് പറയില്ല, മറ്റൊരു രൂപത്തിലാണ്. അതുകൊണ്ട് യഥാർത്ഥമായി പറഞ്ഞാൽ മതി. ഇന്നലെ കിട്ടിയ ആൾ പോലെ തന്നെ ഇന്ന് ഒരാൾക്കല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത്, കുറച്ച് ആൾക്കാർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. മറക്കുക, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം ആർക്കൊക്കെ വേണമെന്ന്. അതിന്റെ ചോയ്സും കൂടി കാണിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് മുതൽ ക്ലാസ്സിൽ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും പോകുന്നത്. കാരണം യൂട്യൂബ് വീഡിയോന്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ആൾക്കാർ പറയുന്നു സാറെ കുറച്ച് കുറക്കാവോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാം അല്ലെ, മാനിഫെസ്റ്റേഷൻ ശേഷി അഥവാ മാനിഫെസ്റ്റേഷൻ പവർ പരിശോധിക്കാനുള്ള വളരെ ലളിതമായ 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും.
ആ 5 ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഇത്രയാണ്. 1, 2, 3, 4, 5 എന്നുള്ള നമ്പർ മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെ എന്താണെന്നും കൂടി കമന്റ് ബോക്സിൽ ഇട്ട് തരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ചോദ്യം എഴുതിക്കോളൂ. ഒന്നാമത്തെ ചോദ്യം എഴുതി വെക്കണമെന്നില്ല. ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് മനസ്സിലാക്കുക. രണ്ടാം മൂന്നിട്ടൊന്നും ചോദിക്കരുത്. ഇന്നലെ അങ്ങനെ കുറെ ചോദിച്ച് സമയം കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ചാറ്റ് ബോക്സിൽ ചോദ്യം ഇടാം. അതേപോലെ നിങ്ങൾ അതിന്റെ ഉത്തരവും ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. ഇത് വായിക്കുക, എന്നിട്ട് സ്കോർ ചെയ്യുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിക്കരുത്. ഞാൻ ഫാസ്റ്റ് പറഞ്ഞു പോകും കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ആഗ്രഹം സോറി അവിടെ കേട്ടോ, ഒരു മിനിറ്റ്, ഞാൻ വിഡ്രോ ചെയ്തു. ഞാനൊരു കാര്യം മറന്നുപോയി. എല്ലാവരും ഒരു മിനിറ്റ് കണ്ണടച്ചിരുന്നേ. തുടങ്ങാനായില്ല. 1 മിനിറ്റ് കണ്ണടച്ചിരുന്നേ. എല്ലാവരും സ്വസ്ഥമായി 1 മിനിറ്റ് കണ്ണടച്ചു. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, നിങ്ങൾക്ക് നേടാനുള്ള 1, 2, 3 ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് 1, 2, 3 ആഗ്രഹങ്ങൾ നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിൽ വിചാരിക്കുക. വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കുക. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും അലട്ടുന്നൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഇപ്പോ കടമുള്ള ഒരാളെ സംബന്ധിച്ച് കടം ഒഴിവാകണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഓക്കെ, പണം ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആ വീടിന്റെ കാര്യം, അങ്ങനെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം, യഥാർത്ഥ ആഗ്രഹം, കുറച്ച് വലുതായിക്കോട്ടെ, 500 രൂപ 200 രൂപ ആഗ്രഹിക്കട്ടെ, കുറച്ച് വലുതായിക്കോട്ടെ, നിങ്ങൾ കൃത്യമായി ആഗ്രഹിക്കുക. ക്ലിയർ ആയാലോ? ഞാനൊരു 5 വരെ കൗണ്ട് ചെയ്യാം. ഒന്നുകൂടി എല്ലാവരും ഒന്നുകൂടി ആഗ്രഹിച്ചോളൂ. 1, 2, 3, 4, 5. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങളെല്ലാം പുസ്തകത്തിൽ ആഗ്രഹം എഴുതി വെക്കൂ. എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചതെന്ന് എഴുതി വെക്കൂ. എത്രയുണ്ട് അത്ര എഴുതി വെച്ചു. എത്രയുണ്ട് അത്ര എഴുതി വെച്ചു. അഡ്മിൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവോ? നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കണേ അഡ്മിൻസ്. പാർട്ടിസിപ്പേഷൻസിന്റെ അഡ്മിൻസിന് ഇവിടെ ഇതേ. ഓക്കെ സാർ, എടുത്തോളാം. ഹലോ, ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ കമ്പനി പാർട്ടിസിപ്പേഷൻസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കും. ഓക്കെ എഴുതിയല്ലോ? എല്ലാവരും എഴുതിയല്ലോ? എഴുതി കഴിഞ്ഞു. ഓക്കെ, നൗ വിൽ സ്റ്റാർട്ട് ദ 5 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ എഴുതേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. 1, 2, 3 എങ്ങനെ വരുന്നു എന്ന് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം വ്യക്തമായാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ ഈ ആഗ്രഹം എത്രത്തോളം വ്യക്തമായാണ് നിങ്ങൾ കാണുന്നത്? ഒന്ന് എന്ന് പറയുന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. എന്റെ ആഗ്രഹം ഒന്നും വ്യക്തമായില്ല. രണ്ടാമത്തത്, എന്റെ ആഗ്രഹം എനിക്ക് വ്യക്തമായില്ല. മൂന്നാമത്തത്, ഞാൻ ആഗ്രഹിക്കുന്ന ദൃശ്യം ഭംഗിയായി വ്യക്തമാക്കാനാകുന്നു, പക്ഷെ ചില ക്ലാരിറ്റി കുറവുണ്ട്. മൂന്നാമത്തത്, ഞാൻ ആഗ്രഹിക്കുന്ന ദൃശ്യം ഭാഗികമായി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ചില ക്ലാരിറ്റിയുടെ കുറവുണ്ട് അവിടെ. നാലാമത്തേന്ന് വെച്ചാൽ, എന്റെ ആഗ്രഹത്തെ സംബന്ധിച്ച് വ്യക്തമായതയുള്ള ദൃശ്യം എനിക്കുണ്ടായി, എന്നാൽ പൂർണ്ണമല്ല. അഞ്ചാമത്തേന്ന് വെച്ചാൽ, എന്റെ ആഗ്രഹം തികച്ചും വ്യക്തവും വിശദാംശമുള്ളതും ആയ ഒരു കൃത്യമായ ദൃശ്യമായി ഞാൻ കാണുന്നു. നന്നായിട്ട് ക്ലിയർ ആയി കാണുന്നവർ 5, കുറച്ച് അവിടെ ഇവിടെ കുറച്ച് പിടുത്തമുള്ളവർ 4, അതിനേക്കാളും ഒന്ന് മനസ്സിലുണ്ട്. എഴുതണ്ട, ആരും കമന്റ് ബോക്സിൽ എഴുതണ്ട. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ 1, 2, 3 എന്നുള്ള ചോദ്യത്തിന് ഒന്നാമത്തിന് ഇത്രയാണ് നിങ്ങളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ മതി. നമ്പർ ഒന്നുകൂടി പറയണം, ഒന്നുകൂടി ആൻസർ പറയാം. എനിക്ക് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നു. എന്റെ ആഗ്രഹമല്ല, ഏറ്റവും തീരുമാനമെടുക്കാൻ ഒന്നും കഴിയുന്നില്ല, എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. രണ്ടാമത്തെ, എന്റെ ആഗ്രഹം എനിക്ക് വ്യക്തമേ അല്ല. മൂന്നാമത്തത്, ഞാൻ ആഗ്രഹിക്കുന്ന ദൃശ്യം ഭാഗികമായി എനിക്ക് കാണാൻ പറ്റുന്നു, പക്ഷെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. നാലാമത്തത്, എന്റെ ആഗ്രഹത്തെ സംബന്ധിച്ച് വ്യക്തമായ ദൃശ്യമുണ്ട്, പക്ഷെ എവിടെയോ ഒരു ബ്ലോക്കേജ് ഉണ്ട്. അഞ്ചാമത്തത്, എന്റെ ആഗ്രഹം തികച്ചും വ്യത്യസ്തമാണ്, വ്യക്തവും ഇതുമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ആ ആഗ്രഹം പൂർത്തിയാക്കുമെന്ന് മുഴുവനായി വിശ്വസിക്കുന്നുണ്ടോ? എഴുതണ്ട, കമന്റ് ബോക്സിൽ ആരും എഴുതിയിട്ടണ്ട.
ഒരു കാര്യമില്ല. നിങ്ങളുടെ ബുക്കിലാണ് എഴുതിയിടേണ്ടത്. ടോട്ടലാണ് നമുക്ക് കൂട്ടുക. നിങ്ങൾ ആ ആഗ്രഹം പൂർത്തിയാക്കുമെന്ന് മുഴുവനായി വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 5, വിശ്വസിക്കുന്നു ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ 4, ഒരുപക്ഷെ അത് സാധ്യമാകാം പക്ഷെ ചിലപ്പോൾ സംശയങ്ങൾ തോന്നുന്നു എന്നുള്ളതാണെങ്കിൽ 3, എനിക്ക് അതിന് വളരെ അധികം സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ 2, അത് സംഭവിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് സംഭവിക്കുന്ന കാര്യമേ അല്ല, സംഭവിക്കാൻ അസംഭവ്യമായ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ 1. ക്ലിയർ ആയി കാണുന്നു. മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ആഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ ആഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഒന്നാമത്തത്, ആഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ആശങ്കയും ഭയവും തോന്നുന്നു. എനിക്ക് ഭയങ്കര ഭയമാണ്, ആശങ്കയാണ്. നമ്പർ 2 എന്ന് പറയുന്നത് എനിക്ക് അല്പം എനിക്ക് ഒരു ക്ലാരിറ്റിയും ഇല്ലാത്ത ഒരു വികാരമാണ് വരുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടിയും കിട്ടില്ല. 4മത്തത്, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് കാര്യമായി എതിരനുഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, ഞാൻ അക്സെപ്റ്റഡ് ആണ്, അത് ആഗ്രഹം ആക്സെപ്റ്റഡ് ആണെന്നുള്ള ഒരു നോർമൽ കണ്ടീഷൻ മാത്രമേ വരുന്നുള്ളൂ. 4മത്തത്, എനിക്ക് ഭയങ്കരമായി പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നു. സംഭവത്തെ പറ്റി പോസിറ്റീവായിട്ട് എനിക്ക് ഇറ്റ്സ് ക്യാൻ ബി ഡൺ എന്ന് പറയുന്ന പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. 5മത്തത്, എനിക്കത് ഭയങ്കര ആവേശവും ഉന്മേഷവും ഒക്കെ നൽകുന്നു എന്നുള്ളത്. ഞാനൊക്കെ ഇവിടെ ഇരിക്കുന്നില്ല, ക്ലാസ് എടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ എന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ വല്ലാത്ത ഉന്മേഷവും ആ ഒരു എനർജിയും നമുക്ക് ഉണ്ടാവുന്നു. ഓക്കെ, ക്ലിയർ ആയി കാണുന്നു വരുന്നു. അടുത്ത ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണോ എങ്കിൽ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രവർത്തനവും എടുത്തിട്ടില്ല, ഞാൻ ഒരു ആക്ഷനും എടുത്തിട്ടില്ല, എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. 2മത്തെ, കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ തുടരാൻ കഴിയുന്നില്ല, തുടക്കം കുറച്ച് ദിവസം കഴിക്കും പിന്നെ വിട്ടുപോകും. 2മത്തെ ആണെങ്കിൽ എനിക്ക് കുറച്ച് പ്രവർത്തനം ചെയ്യാൻ സാധിക്കും, എന്നാൽ പലപ്പോഴും ഞാൻ മടി പിടിച്ച് നിന്ന് പോകും, തുടരാൻ കഴിയുന്നില്ല. പക്ഷെ ഇടയ്ക്ക് എടുക്കും, ഇടയ്ക്ക് നിർത്തും, വീണ്ടും എടുക്കും, വീണ്ടും നിർത്തും, വീണ്ടും എടുക്കും, അങ്ങനെയുള്ളതാണ് 3. 4മത്തെ, ഞാൻ നിരന്തരം പ്രവർത്തിക്കുന്നു, എപ്പോഴും പ്രചോദനമുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, റിസൾട്ട് കിട്ടിയിട്ടില്ല പക്ഷെ പ്രവർത്തിക്കുന്നുണ്ട്, പ്രചോദനത്തോട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. 5മത്തെ, എനിക്ക് പ്രചോദനം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും ചെയ്യാൻ കഴിയുന്നു, ഒരു ദിവസവും കോംപ്രമൈസ് ഇല്ല, ഞാൻ ചെയ്യുക തന്നെ ചെയ്യും, ഒരു കോംപ്രമൈസും ഇല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ 5. ഇനി 5മത്തെ ഒരു ചോദ്യം മാത്രം 5 കൂടി പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആക്കാം ഈ കാര്യം. സമസ്യകളോ തടസ്സങ്ങളോ വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതാണ് സമസ്യകളും തടസ്സങ്ങളും എന്ന് പറഞ്ഞാൽ അല്ലെ, നേരത്തെ പറയല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. സമസ്യകളോ തടസ്സങ്ങളോ വന്നാൽ, ഇതിവിടെ നിങ്ങൾക്ക് ഈ വാക്ക് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യട്ടെ. എപ്പോഴും പ്രശ്നത്തെ പറ്റി പറയുന്നവർക്ക് പറയാം പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ സമസ്യകളാണെന്ന് പറയട്ടോ, പ്രശ്നങ്ങൾക്ക് പകരം സമസ്യകളാക്കി മാറ്റാം. സമസ്യകളോ തടസ്സങ്ങളോ വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്നാമത്തത്, ഞാൻ വളരെ വേഗം നിരാശനാകുന്നു. 2മത്തത്, തടസ്സങ്ങൾ കൊണ്ട് എന്റെ ആവേശം നഷ്ടപ്പെടുന്നു. നമ്പർ 2. 3 ആണെങ്കിൽ ഞാൻ ഇഷ്ടകരമായി അത് നിലനിർത്താൻ ശ്രമിക്കുന്നു, ഞാൻ അത് നിലനിർത്താൻ ശ്രമിക്കുന്നു, ഒരു കുഴപ്പമില്ല, തടസ്സം ഇരിക്കട്ടെ, എന്നാലും ഞാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടാവുന്നത്. 3, അത് തടസ്സം കൊണ്ട് അസ്ഥിരത നൽകുന്നു, പക്ഷെ എങ്കിലും ഞാനത് ചെയ്യുന്നു. 4മത്തത്, തടസ്സങ്ങളെ ഒരു താൽക്കാലിക പ്രയാസം മാത്രമായി കരുതുന്നു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് പറ്റുമെന്നുള്ളത്. 5മത്തതാണ് വളരെ രസം, എല്ലാ തടസ്സങ്ങളും വളർച്ചയുടെ അവസരങ്ങളായി ഞാൻ കാണുന്നു. 5മത്തത്, എന്ത് തടസ്സം വരുമ്പോ ഐ എം ജസ്റ്റ് ടേക്കിംഗ്, എന്തോ എനിക്കതിൽ നേടാനുണ്ട്, ഇറ്റ്സ് ഗുഡ് എന്ന് പറയും. എല്ലാവരും സ്കോർ ചെയ്ത് നിൽക്കുക. അപ്പോൾ ടോട്ടൽ സ്കോർ എഴുതുക. ഇത്രയേ ഉള്ളൂ, ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്. 9 എങ്ങനെ 9 വരിക? ഓക്കെ, പറഞ്ഞു, ടോട്ടൽ പറഞ്ഞു, പറയണ്ട ബാക്കി. 20 മുതൽ 25 കിട്ടിയവരാണെങ്കിൽ 20 മുതൽ 25 കിട്ടിയവരാണ് നിങ്ങളൊരു മികച്ച മാനിഫെസ്റ്റേഷൻ ശക്തിയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. യു ഗോട്ട് എ ഗുഡ് മാനിഫെസ്റ്റേഷൻ പവർ. ഇത് എഴുതി വെച്ചോളൂ കേട്ടോ നിങ്ങൾ. 20 മുതൽ 25, 20നും 25നും സ്കോർ ഉള്ളവർ, 15നും 19നും സ്കോർ ഉള്ളവർ നിങ്ങൾ ശരിയായ പാതയിലാണ്. എന്നാൽ ചില മേഖലകളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. 10നും 14നും ഇടയിലുള്ള ആൾ നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉള്ളതായി കാണിക്കുന്നു എന്ന് പറയുന്നു. വ്യക്തതയും വിശ്വാസവും പ്രവർത്തനവും എന്നിവയിൽ ശ്രദ്ധ ചെലുത്തുക. 10 മുതൽ 14 ഉള്ളവർക്ക് തടസ്സങ്ങളുണ്ട്, പക്ഷെ ഒന്നുകൂടി
വ്യക്തമാർന്ന വിശ്വാസപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മതിയാവും. 5-നും 9-നും ഇടയിലുള്ള ആൾ മാനിഫെസ്റ്റേഷൻ ശക്തിയിൽ കാര്യമായ തടസ്സങ്ങളുണ്ട്. കൂടുതൽ വ്യക്തതയും ആത്മവിശ്വാസവും അതിലൂടെയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളും ആവശ്യമാണ്. ഇതിൽ 5 മുതൽ 9 ഉള്ളവർ മാത്രം ഒന്ന്, ഞാനിപ്പോ ഈ ഒരു സാഹചര്യം തരാം. 5 മുതലും 5-നും 9-നും ഇടയിലുള്ള ആൾ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? 5-നും 9-നും ഇടയിലുള്ള ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ്. ആരും തയ്യാറാവില്ലല്ലേ? ടൈപ്പ് ചെയ്തപ്പോ ആരൊക്കെയാന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇഷ്ടം പോലെ ആൾക്കാർ 20-ന് മുകളിലാണ്. സോ വണ്ടർഫുൾ, ഐ എം സോ ബ്ലെസ്ഡ്. പിന്നെ നിങ്ങളെയാണോ ഞാൻ പഠിപ്പിക്കുന്നത്? ഇത്രയും മാനിഫെസ്റ്റേഷനിലെ പവറിൽ നിങ്ങൾ എവിടെ നിന്നപ്പോ എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലേ? ഒരാളേ ഉള്ളൂ. 20-നും 25-നും ഒറ്റ ആളേ ഉള്ളൂ. ഒറ്റ ആളേ ഉള്ളെങ്കിൽ സൂക്ഷിക്കണം. ഞാനൊരു കാര്യം പറയാം, ലാസ്റ്റ് പറയാം കേട്ടോ. ഈ ആൾക്കാർ നിങ്ങളുടെ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്താണ് മാനിഫെസ്റ്റേഷൻ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്ത് നിങ്ങൾ ഒന്നുള്ളൂ, ഞാൻ ലാസ്റ്റ് വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ വക ഒരു സംഭവം ഉണ്ടാവും, അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. അതിനായിരിക്കും നിങ്ങളിവിടെ വന്നിട്ടുണ്ടാവും. ഇന്ന് നിങ്ങൾക്കൊരു സമ്മാനം ഉണ്ട്, അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം വായിച്ചു കളഞ്ഞിട്ട് വരണ്ട വീണ്ടും. ഞാൻ സമ്മാനം വരുത്തുന്നില്ല കേട്ടോ. അപ്പോ നമുക്ക് ഇതിനകത്ത് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കാം അല്ലെ? എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യമെന്ന് മനസ്സിലാക്കിയല്ലേ നമുക്ക് ക്ലാസ്സിൽ? വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങള് അല്ലേ? ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ഇന്ന് ബേസ് ചെയ്ത് പറയാൻ പോകുന്ന കാര്യം കടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ചിലവർക്ക് കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നതെന്നും ആ ഒരു ക്ലാസ് വേറെ എടുക്കാം ഞാൻ. പക്ഷെ അതിന് ഈ മാനിഫെസ്റ്റേഷനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു നോക്കട്ടോ. നിങ്ങള് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ അതർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടാണ് നിങ്ങൾ അനലൈസ് ചെയ്തെങ്കിൽ കടമുള്ള ആൾക്കാരുടെ, കടത്തിൽ പേടിക്കുന്ന ആൾക്കാരുടെ ഈ പറഞ്ഞ സ്കോർ ലെവൽ എന്ന് പറയുന്നത് 15-ൽ താഴെയായിരിക്കും. 15-ൽ താഴെയായിരിക്കും. 15-ന് മുകളിലുള്ളവർക്ക് ഇല്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ അവർക്ക് മാനേജബിൾ ആണ്. 15 താഴെയുള്ള ആൾക്ക് ഇത് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും വിശ്വസിച്ചേ പറ്റൂ. എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കണില്ല കേട്ടോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കടം എന്ന് പറയുന്ന സംഭവം നമ്മുടെ മനസ്സിന്റെ അപ്പം മാനിഫെസ്റ്റേഷൻ എന്താന്ന് പറയണം അല്ലെ? ആദ്യം ഒന്ന് മാനിഫെസ്റ്റേഷൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയണം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ 4 ഘടകങ്ങൾ അതിന്റെ കൃത്യമായി നമ്മളെ കൃത്യമായി 4 ഘടകങ്ങൾ മാനേജ് ചെയ്യാൻ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ. ഏതായിരിക്കും 4 ഘടകങ്ങൾ? ഒന്ന്, മാനസികാവസ്ഥ എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ്. ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ആണെങ്കിൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ക്ലാരിറ്റി. ഈ ചോദ്യത്തിനകത്ത് ഇതെല്ലാം പെടുത്തിയിട്ടാണ് ചോദ്യം തയ്യാറാക്കി കേട്ടോ, വെറുതെ തയ്യാറാക്കിയല്ല. ഇത് സൈക്കോളജിക്കലായിട്ട് ടെസ്റ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ചെയ്ത ചോദ്യമാണ്. ദിനേശ് മുഖത്തോടെ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ചോദ്യമൊന്നുമല്ല കേട്ടോ, ഇത് ഒരുപാട് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ ചോദ്യമാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് അതിന് കറക്റ്റ് ആയിരിക്കണം. അത് ഗുഡ് മാനിഫെസ്റ്റേഷനോ ബാഡ് മാനിഫെസ്റ്റേഷനോ ഒന്നും അല്ല വിഷയം കേട്ടോ. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ എത്തണം. നമുക്ക് അതിന് തത്തുല്യമായ മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം വ്യക്തമായിരിക്കണം, ക്ലാരിറ്റി ഉണ്ടാവണം. മൂന്നാമത്തെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ അത് ഇംപ്ലിമെന്റ് ആയിരിക്കണം, വ്യക്തമായ ബിലീഫ് സിസ്റ്റം ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണലി അലൈൻഡ് ആയിരിക്കണം. ഈ കാര്യത്തോട് ഇമോഷണലി അലൈൻഡ് ആയിരിക്കണം. ഈ 4 ഘടകങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ലൈനിൽ വരുന്നത്, അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യും. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. എനിക്ക് അത് അമേസിംഗ് ആയി തോന്നി. അവരുടെ ആ പവർ ഓഫ് മണി മാനേജ്മെന്റ്, മണി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു എന്താ പറയാ, അവർക്കൊരു പ്രത്യേക ഒരു കഴിവുണ്ട് അതിനകത്ത്. ഞാൻ പലപ്പോഴും ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്,
എനിക്കൊരിക്കലും ആ ഒരു ബ്ലോക്ക് പണ്ടൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ജേർണി തുടങ്ങി ഈ മാനിഫെസ്റ്റേഷൻ കൃത്യമായി സെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു സംഭവം വന്നിട്ടേ ഇല്ല എന്റെ ജീവിതം. വരാതിരിക്കട്ടെ, ഒരു സർവീശ്വരന്റെ കടാക്ഷം കൊണ്ട് അത് എപ്പോഴും ക്ലിയർ ആയി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് തോന്നിയതെല്ലാം നിങ്ങൾക്ക് നേടിത്തരുന്ന പ്രക്രിയയായിട്ട് ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയതെല്ലാം നിങ്ങൾക്ക് തരുന്ന പ്രോസസ്സ് അല്ല, നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ നിങ്ങളിൽ എത്തുന്ന പ്രോസസ്സ്. നമ്മൾ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താം. അപ്പൊ എങ്ങനെയാണ് അർഹതയെ നിജപ്പെടുത്തുക? നമ്മൾ എങ്ങനെയാണ് അർഹതയെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? അതാണ് പ്രധാനമായ ഘടകം. അർഹത എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ഈ കാര്യം വളരെ വ്യക്തമായി ഞാൻ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ പാഷനെ കണ്ടെത്തുക, എങ്ങനെയാണ് നമ്മുടെ മണി ബോളിനെ നിർണ്ണയിക്കുക, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ അർഹത, ദാറ്റ് ഈസ് മൈ എന്താ പറയാ, അർഹതയെ നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നതൊക്കെ മണി മാനിഫെസ്റ്റേഷന്റെ കോഴ്സിലെ പ്രധാനമായ ഘടകമാണ്. എന്തുകൊണ്ട് അത് മണി മാനിഫെസ്റ്റേഷനിൽ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ നിർണ്ണയിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വെൽത്ത് എന്ന് പറയുന്നത്. വെൽത്ത് മാത്രം ഉണ്ടായാൽ പോരാന്ന് വെച്ചാൽ, വെൽത്ത് ഉണ്ടായതിനു ശേഷം മറ്റതെല്ലാം നമുക്ക് സാധ്യമാകും. മറ്റു വെൽത്ത് ഇല്ലെങ്കിൽ മറ്റേത് ഉണ്ടാക്കിയാലും സാധ്യമാകില്ല. അതുകൊണ്ട് ഒന്നാമത്തെ മണി മാനിഫെസ്റ്റേഷൻ ഇത്തരം വളരെ ഫണ്ടമെന്റൽ ആയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അർഹമായ കാര്യങ്ങളാവണം. ഇതിൽ പറയുന്ന പേരും നമ്മൾ നമ്മുടെ ഒരു ഗേജ് ലെവൽ, ഇപ്പൊ ഗേജ് പറയുന്നത് സയൻസിൽ പറയുന്ന കാര്യമാണ് ഗേജിങ്, അല്ലെ? ഗേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മലയാളത്തിൽ ഘനത എന്ന് പറയുന്ന വാക്ക്. അതായത് നമുക്ക് നമ്മുടേതായ ഒരു ഗാംഭീര്യം, ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഇതാണ് ഗേജിങ്. ആ ഗേജിങ് എപ്പോഴാണോ നമ്മൾ കയ്യിലേക്ക് എത്താൻ പറ്റുന്നത്, അപ്പോൾ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ വർക്ക് ചെയ്യില്ല. വളരെ പുവർ മൈൻഡ് സെറ്റിൽ നിന്നിട്ട്, ലോ എനർജിയിൽ നിന്നിട്ട് പണം വരും നിങ്ങൾ വർക്ക് ചെയ്ത് വരത്തില്ല, സാധനത്തിൽ വരാനേ പറ്റില്ല. മണി മാനിഫെസ്റ്റേഷനിൽ അതുകൊണ്ടാണ് മണി മാനിഫെസ്റ്റേഷൻ കുറെ ലെങ്തി ഉള്ള ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് മണി മാനിഫെസ്റ്റേഷൻ പഠിക്കുന്നവർ ആദ്യം പോയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ മുഴുവൻ പഠിക്കാനും ജേർണി ടു ഹാപ്പിനെസ് പഠിക്കുന്നതൊക്കെ തുടങ്ങുള്ളൂ എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ സെറ്റ് ആവത്തോടത്തോളം കാലം ഈ സാധനം ചിലപ്പോൾ വന്നും വരും നിങ്ങളിലേക്ക് മിറാക്കിൾ പോലെ. പക്ഷെ മറ്റേ സൈഡിൽ അങ്ങനെ അങ്ങ് പോയിച്ചു, അത് അതിനേക്കാൾ അപകടം. അപ്പൊ ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് ആ ക്ലാസ്സിലേക്ക് പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് മാത്രമേ കയറി. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതേ വന്ന് സാറേ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തിട്ട് 5 ലക്ഷം വന്നു 10 ലക്ഷം വന്നു എന്നൊക്കെ പറയും. പക്ഷെ പണം എന്ന് പറഞ്ഞ സാധനം അങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല. പണം എപ്പോഴും ഒരു ഫ്ലോ ആയിരിക്കണം. നമ്മളൊരു ചാലകമായി നിന്ന് കൊടുക്കുകയാണ്. പണം നമ്മുടെ മരണം വരെ പണം ഈ സൈഡിൽ വരണം, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റണം, തിരിച്ചു പോകണം, വീണ്ടും വരണം, തിരിച്ചു. ഇത് ഒരു സൈക്കിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കും. എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യും, ലോട്ടറി അടിക്കാം, മാനിഫെസ്റ്റ് എന്ന് പറയും. ബട്ട് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ലോട്ടറി അടിക്കും നമ്മളോട് പറഞ്ഞു, സന്തോഷത്തോട് പറയുന്നു, നമുക്ക് കണ്ടിട്ടുണ്ട്, വരുന്നുണ്ട്. പക്ഷെ അത് ഫ്ലോ ആവുന്നത് എങ്ങനെയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫ്ലോ ആക്കേണ്ട രീതിയിലേക്ക് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. 5000 ലോട്ടറി എടുത്തു, കിട്ടി, സന്തോഷമാണ്. 5000 കൊണ്ടുപോയി അപ്പത്തന്നെ ചെലവാക്കിയാൽ കഴിഞ്ഞ എവിടേക്കാതെ പരിപാടി എടുത്തു, ഇത് ഫ്ലോ ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഗേജിങ് ഉയർത്തേണ്ടത്, നമ്മുടെ വൈബ്രേഷൻ ലെവൽ കൂട്ടുക എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ വളരെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ റിസൾട്ട് വൺസ് ഇറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അത്രയും സൂപ്പറായിരിക്കും. ഇതൊന്ന് മനസ്സിലാക്കുക. ഈ 5 കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ എന്ത് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കടം ഉള്ള ആൾക്കാരുടെ അവസ്ഥ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, അവരിൽ സാധാ ലോ വൈബ്രേഷനിൽ മാത്രമാണ് അവർ ജീവിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും ലോ വൈബ്രേഷനിലാണ്. കാരണം ഈ കടം തിരിച്ചു കൊടുക്കാനുള്ള ശുദ്ധമായ മനസ്സിൽ അവർ നിൽക്കുന്നതാണ് അവർക്ക് അവരോടുള്ള ഒരേ ഒരു അഡ്വൈസ് ഇപ്പൊ പറയാനുള്ളത്. കാരണം ഇതിനോട് പറഞ്ഞു പോകണം എന്നുള്ളത് കൊണ്ട് ഒരേ ഒരു അഡ്വൈസ് എന്താണ് പറയാനുള്ളത്? ഒരേ ഒരു അഡ്വൈസ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സമയവും കടന്നു പോകും, ഇതൊന്നും പെർമനന്റ് അല്ല ഇവിടെ. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ കാര്യക്ഷമമായി നിങ്ങളുടെ മനസ്സിനെ ശരിയാക്കി നിർത്താൻ പറ്റുമെന്ന് എപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ സാധനം മാറുന്നതാണ്. നിങ്ങൾ സ്ഥിരമായി പറയുന്നത് സാറേ കടമുണ്ട്, എനിക്ക് കടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
ലീവ് ഇറ്റ്, അറിയരുത്. അത് മാത്രം ഓർമ്മിക്കുന്നു. നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാം, അല്ലെ? അപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ. പണം ആകർഷിക്കണമെങ്കിൽ, പണം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ, ഞാൻ എന്തുകൊണ്ട് പണത്തെ പറ്റി പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്യാത്തതും. ഞാനിപ്പോ കുറേ ആളുകളുമായിട്ട് സംസാരിച്ചു, ഒരുപാട് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള ആൾക്കാരുമായി നിരന്തരം സംസാരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എല്ലാവരും ഒരേ പാറ്റേണിലാണ് പോകുന്നത്. കടം ഉണ്ട് എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എങ്ങനെ ഇത് ഫലപ്രദമായി കൊടുത്തു തീർക്കാമെന്ന് ഒരാളും ചിന്തിക്കുന്നില്ല. ഒരു പ്ലാനുമില്ല. ഇത് ഒന്നാമത്തെ ഘടകം. എങ്ങനെ ഇത് സൊല്യൂഷൻ കണ്ടെത്താമെന്ന് ഒന്നാമത്തെ ഘടകം മാത്രം പറഞ്ഞു പോവാ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കുറേ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. സാറെ, എല്ലാ കാര്യവും സാറ് ഫ്രീ ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ പിന്നെ സാറ് മറ്റേ ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചേ? എല്ലാവർക്കും ആ ഡൗട്ടില്ലേ? അതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ വരാത്ത കുറെ ആൾക്കാർ. ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, സാറിന്റെ പെയ്ഡ് ക്ലാസ്സിൽ നിന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, സാർ ഇവിടെ പറയുന്നത് തന്നെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. സന്തോഷമാണ് കേട്ടോ, സന്തോഷമാണ്. പക്ഷെ നിങ്ങൾ എന്റെ പെയ്ഡ് ക്ലാസ്സിൽ വരണം. അത് വന്നാൽ മാത്രമേ എന്റെ ഊർജം പിന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഈ സൂമിന് പൈസയും കൊടുത്ത് വെബ് ഹോസ്റ്റിങ്ങിന് പൈസ കൊടുക്കണമെങ്കിൽ ഞാൻ വൈകിട്ട് വരെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ദിവസം കഴിയുമ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ പറയും, ഇല്ല കേട്ടോ, ഇന്നൊന്നും പറയാനില്ല കേട്ടോ, കുറച്ച് പൈസ കൊടുക്കാനുണ്ട് എന്ന അവസ്ഥയിൽ എന്നെ എത്തിക്കരുത്. അതുകൊണ്ട് എല്ലാവരും പൈസ തന്നിട്ട് ക്ലാസ്സിൽ കയറണം എന്നുള്ളത് മറക്കരുത്. യെസ്, അത് മറക്കരുത്. എല്ലാവരും ചെയ്യുക. അപ്പോ എല്ലാവരും കൊച്ചി പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യുക. സമയം നിങ്ങൾക്ക് നേരത്തെ ഇപ്പൊ സുധാകുമാരി പറഞ്ഞ പോലെ സംസാരിക്കാൻ ഇന്ന് സുധാകുമാരി 2 പ്രാവശ്യം ശ്രമിച്ചു, നടന്നില്ല, സമയമായില്ല. അതുകൊണ്ട് സമയമായില്ല എന്ന് അയക്കണ്ട, പെട്ടെന്ന് തന്നെ കൊച്ചി പ്രോഗ്രാം ബുക്ക് ചെയ്യുക. ബാക്കി ഇന്നൊരു സർപ്രൈസ് നിങ്ങൾക്ക് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിന്റെ ഒരു സർപ്രൈസ് തരുന്നുണ്ട്. അത് കയറുക അതിലുകൂടി. ഓക്കെ, അതിലൂടെ ബുക്ക് ചെയ്യുന്ന പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. കാരണം നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വേണം എനിക്ക് എത്ര വലിയ ഹോട്ടലാണ് ബുക്ക് ചെയ്യേണ്ടത് തീരുമാനിക്കാൻ. കാരണം എന്താണെന്നറിയോ, ആ ഹോട്ടൽസ് കൊച്ചിയിൽ ഞാൻ അങ്ങനെ അധികം വന്നിട്ടില്ല. നല്ല ഹോട്ടൽ ആവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന ഇൻട്രസ്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ അനുസരിച്ചിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. ഞാൻ ആദ്യം നിങ്ങളിപ്പോ എല്ലാം ചേരുന്ന ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഹോട്ടലിനെല്ലാം ഡിസ്കസ് ചെയ്ത് നിങ്ങളിൽ ഡിസ്കസ് ചെയ്യും. കാരണം ഇത് നമ്മുടെ പ്രോഗ്രാമാണ്, എന്റെ പ്രോഗ്രാം അല്ല, നമ്മുടെ പ്രോഗ്രാമാണ്. അവിടേക്ക് നമ്മൾ എങ്ങനെ വേണം നമ്മളാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറെ ഹോട്ടലുകൾ എടുക്കും, എന്നിട്ട് നമ്മൾ തീരുമാനിക്കും ഏത് ഹോട്ടലിലാണ്. അന്നത്തെ ദിവസം നമുക്കുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഗ്രാൻഡ് ഹയാത്തോ എന്ത് വേണം, ഞാൻ റെഡിയാണ്. എവിടേക്ക് ഞാൻ റെഡിയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടവർക്ക് ഓൾറെഡി അന്ന് ഞാൻ പറഞ്ഞു, അത് ഒന്ന് പറയാൻ പോവാ. നമ്മളെ പ്രോഗ്രാമിന് നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ചാൽ കുട്ടികൾക്ക് 15 ഇയേഴ്സ് ബിലോ കുട്ടികൾക്ക് ഒരു ചാർജും ചെയ്യില്ല, ഫ്രീ എൻട്രി ആണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കണം, ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നവർ അവിടെ എന്തെങ്കിലും എൻഗേജ്മെന്റ് പരിപാടി ആക്കിയില്ലേ കുട്ടികൾ നിങ്ങൾ ക്ലാസ് കേൾക്കാൻ സമ്മതിക്കില്ല, അവർ ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് അവർക്ക് ഒരു പ്ലേ ഏരിയയോ മറ്റോ കണ്ടുപിടിക്കേണ്ടി വരും. കാലിക്കറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ ജിത്തു, നമുക്ക് കാലിക്കറ്റും പരിപാടി വെക്കാം. UK ഉള്ളവർ എന്റെ പരിപാടി വെച്ചോളൂ, ഞാൻ അങ്ങോട്ടും വരാം. US ഉള്ളവർ പരിപാടി വെച്ചോളൂ, സൗദി അറേബ്യ വെച്ചു, എല്ലാം ഇവിടെ ഉള്ളവർ വെച്ചോളൂ, ഞാൻ റെഡിയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ആൾക്കാരുണ്ടെങ്കിൽ കാലിക്കറ്റ് വെക്കുന്നത് നമുക്ക് സന്തോഷമാണ്. ബുക്ക് ചെയ്യുന്ന ഇപ്പൊ നമുക്ക് കൊച്ചിയിൽ വെക്കാം. ആദ്യം കൊച്ചിയിലെ പരിപാടി ബുക്ക് ചെയ്യുന്നവർ പറഞ്ഞു വന്നത് കുട്ടികൾക്ക് 15 ഇയേഴ്സ് ബിലോ ഫ്രീ ആണ്. പിന്നെ ഫാമിലിയെ കൊണ്ടുവരുന്നവര് ഞാൻ മോസ്റ്റ് എന്റർടൈൻ ചെയ്യുന്നു. ഫാമിലിയെ കൊണ്ടുവരാനുള്ളവര് ഭർത്താവ് ഭാര്യയെ കൊണ്ടുവരിക, സ്വന്തം ഭാര്യയെ കൊണ്ടുവരിക, ഭാര്യ ഭർത്താവിനെ കൊണ്ടുവരിക എന്ന് മറക്കാതിരിക്കുക. കാരണം അപ്പോൾ 50% ഡിസ്കൗണ്ട് രണ്ടാമത്തെ ആൾക്ക്. അതുകൊണ്ട് ഒരാളെ ഭർത്താവിന് ഒരാളെ 50% കൊണ്ടുവരാം, അടുത്ത ആളെ 60% കൊണ്ടുവരാം. ഇത്രയും ഒരു പാക്കേജ്, വളരെ കൃത്യമായ ഒരു പാക്കേജ് തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഫീസ് ചോദിച്ചവരോടുള്ള മറുപടി പറയേണ്ടി വരും. ഇപ്പോഴുള്ള നിലവിലെ അവസ്ഥയിൽ നമ്മൾ നിലവിലെ ഹോട്ടൽ അനുസരിച്ച് ഒരു 4 സ്റ്റാർ സ്റ്റൈലിലെ ഹോട്ടൽ അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 5000 rupees ആണ് നമ്മൾ ഫീസായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ 5 സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒതുങ്ങില്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. 5 സ്റ്റാർ വേണമെങ്കിൽ മണി മാനിഫെസ്റ്റേഷൻ ഒക്കെ നമ്മൾ വെക്കല്ലേ. നമ്മൾ അടുത്ത പ്രോഗ്രാം 5 സ്റ്റാറിൽ ഒരു ഷിപ്പിലൊക്കെ
കാസർഗോഡ് വെക്കണോ മാം ഇപ്പോഴൊക്കെ? കാസർഗോഡ് നമുക്ക് വരുമ്പോൾ ചെറിയ പരിപാടി വെക്കാം, കുഴപ്പമില്ല. ക്രൗൺ പ്ലാസ ഏതായാലും എനിക്കറിയില്ല. ഷിബു, യു ക്യാൻ ചെക്ക് അബൌട്ട് ദാറ്റ് ഡീറ്റെയിൽസ് ആൻഡ് ലെറ്റ് മീ നോ. നമുക്ക് പരിപാടി വെക്കാം. ആൻഡ് ദുബായിൽ പ്രോഗ്രാം ഉള്ളവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോ, കാരണം ഇനി 2 ദിവസം കൂടി ബാക്കി ദുബായ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളൂ. 30-ാം തീയതി രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഹോട്ടൽ ബുക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൺഫേം പറയുക. ഉള്ള ആൾക്കാര് ഒരാൾ കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊച്ചി, എല്ലായിടത്തും ഞാൻ വരാം, ഒരു കുഴപ്പമില്ല. പ്രോഗ്രാം പ്ലാൻ ചെയ്തു, ഒന്നുമില്ല. അപ്പൊ നമുക്ക് തിരിച്ച് കാശ് പോലെ ദുബായ്ക്കാരെ ഇന്ന് തന്നെ ദുബായ് നമ്പർ അറിയാമല്ലോ, ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ദുബായിലെ ആൾക്കാർ വിളിക്കേണ്ട നമ്പർ ഒന്ന് ഷെയർ ചെയ്യാൻ അഡ്മിൻ. ദുബായ് ആൾക്കാർ വിളിക്കേണ്ട, നാട്ടിലേക്ക് വിളിച്ച് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇവിടെ നമുക്ക് അഡ്മിൻ ഉണ്ട്. ദുബായ് ചാർജ് 500 dirhams ആണ്, ഫിക്സ് ആണ്. അതില് ദുബായ് ചാർജിൽ നമുക്ക് ഫുഡ്, നല്ല ഫുഡ് വെച്ചിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് എല്ലാം അതിന് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാർക്കിംഗ് ഫെസിലിറ്റി, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ദുബായ് ഉണ്ട്. അത് ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദുബായിലാണ് ഉള്ള പരിപാടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാൽ മതി. ഫാമിലിയോട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വരാട്ടോ, കുഴപ്പമില്ല. ഗൂഗിൾ ഫോം ചെയ്തവരെ അഡ്മിൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ, ഓൾറെഡി വിളിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അഡ്മിൻ നിങ്ങളെ വിളിക്കും. ജസ്റ്റ് അഡ്മിൻ ഒന്ന് മെസ്സേജ് അയച്ചേക്കും. നിങ്ങളായിട്ട് പരിചയമുള്ള ആളല്ലേ. ആലപ്പുഴ വെക്കാം, എല്ലായിടത്തും വെക്കാം, എവിടെ വേണമെങ്കിൽ വെക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അവസാനം നമുക്കൊരു എന്താ പറയാ, കൺവെൻഷൻ സെന്ററിനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കാം. ലുലു അല്ലെ, പക്ഷെ ലുലു കൺവെൻഷൻ സെന്റർ ഒക്കെ വലിയ സംഭവമല്ലേ, അവിടെയൊക്കെ വെക്കാം നമുക്ക്. അതൊക്കെയാണ് നമ്മുടെ ഡ്രീമില്ല. എനിക്ക് വേണ്ടത് ഒരു വലിയ കൺവെൻഷൻ സെന്റർ, ഹെലിപാഡ് ഒക്കെ ഉള്ള കൺവെൻഷൻ സെന്റർ. ഇപ്പൊ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങണം, അപ്പൊ നിങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന രീതിയിൽ അതൊക്കെ നമുക്ക് സംഭവിക്കാം. ഓക്കെ, എനിവേ ഇത് ക്ലിയർ ആയി കാണുമെന്ന് വരുന്നു. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. എല്ലാവരും ജോയിൻ ചെയ്യണം. അന്ന് നമുക്ക് നേരിട്ട് സംസാരിക്കേണ്ട ദിവസമാണ്. ഞാൻ അന്ന് രാവിലെ മുതൽ അവിടെ ഉണ്ടാവും, രാത്രി ഉണ്ടാവും. അതുകൊണ്ട് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ അന്ന് സമയം ഉണ്ടാവുന്നു മാത്രം. തന്നെ നല്ല ഫുൾ എനർജറ്റിക് ആയി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഇഷ്ടം ഫുൾ സമയം ഉണ്ടാവും. അത് ദുബായ് പ്രോഗ്രാമിനും എനിക്ക് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് വളരെ റിയൽ ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റും. അതാണ് പ്രോമിസ് ചെയ്യാണ്. ഇനി നമുക്ക് മറ്റേ കാര്യത്തിലേക്ക് പോവാം, കോഴ്സിന്റെ കാര്യത്തിലേക്ക് പോവാം അല്ലെ. കോഴ്സ് വിറ്റില്ല എന്നുള്ള പരിപാടി ഉണ്ടല്ലേ. കോഴ്സ് വിൽക്കുന്നു, സാർ ഇവിടെ കോഴ്സ് വിൽക്കുന്നത്. ഇന്ന് ഞാൻ കോഴ്സ് വിൽക്കാനാണ് വന്നത്. ഇത്രയും കാര്യം പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത ആൾക്കാർ, മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് ആവശ്യമുള്ള ആൾക്കാർ ഉടനെ പറഞ്ഞുകൊള്ളുക. ആർക്കൊക്കെ വേണമെന്ന് ഇന്ന് വന്ന് ഇപ്പോൾ ഇവിടെ പേര് നൽകുന്നവർക്ക് ആരോടും പറയില്ല, എത്ര എമൗണ്ടാന്ന് പറയില്ല. മണി മാനിഫെസ്റ്റേഷന്റെ ഇപ്പോഴത്തെ ഫീസ് പറയാം. ഇപ്പോൾ ആൾക്കാർ ജോയിൻ ചെയ്തവർ എല്ലാവരുടെയും ഫീസ് പറയാം. അത് കയറിയിട്ട് മറ്റുള്ളവർക്ക് എത്ര കൊടുക്കുന്നു നിങ്ങൾ ആരും അറിയണ്ട. നിങ്ങൾക്ക് വേണ്ടത് മാത്രമേ പറയുള്ളൂ, എമൗണ്ട് പറയില്ല. ഇപ്പോൾ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് മാത്രമായിട്ടുള്ള ചാർജ് 25,000 ആണ് ചാർജ് ചെയ്യുന്നത്. ഇത് വേണ്ടവർ പേഴ്സണൽ ഒന്ന് അഡ്മിനെ ഇപ്പൊ തന്നെ ബന്ധപ്പെടുക. പ്രൈസ് ഞാൻ പറയും, ഇവിടെ പറയില്ല. നിങ്ങൾ ഓരോ ആൾക്കനുസരിച്ചുള്ള പ്രൈസ് ആയിരിക്കും പറയുക. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കോർ എത്രയാണെന്നും ആ സ്കോറും കൂടി അഡ്മിനെ എഴുതി അറിയിക്കുക. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, 25,000 ആണ് ഇപ്പോഴും ഫീസ്. എത്ര ഡിസ്കൗണ്ട് തരണമെന്ന് ഞാൻ അവിടെ തീരുമാനിക്കും. പക്ഷെ ഒരു കാര്യം കേട്ടോ, എത്ര ഒന്നും ഞാനിപ്പോ പറയാൻ പറ്റില്ല. എന്തായാലും ഡിസ്കൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് മുമ്പേ ജോയിൻ ചെയ്തവർ ചോദിച്ചു വന്നിരിക്കരുത്. സോറി, എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ കേട്ടോ. പിന്നെ മെന്റർഷിപ്പ്, പേഴ്സണൽ മെന്റർഷിപ്പ് വേണമെങ്കിൽ അത് വേറെ ഫീസാണ്. നിങ്ങളുടെ പേഴ്സണൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എടുക്കണം. അതേ നല്ല പണിയുണ്ട് പേഴ്സണൽ മെന്റർഷിപ്പിന്. ഓരോ ആൾ ഇരുന്ന് സംസാരിക്കണം. എനിക്ക് ഇനിയിപ്പോ തന്നെ എത്രയല്ലേ സമയമുള്ളൂ. അതിന് പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾ എന്തെങ്കിലും വെറുതെ പേഴ്സണൽ മെന്റർഷിപ്പ് ചോദിക്കേണ്ട. അല്ല, അത് പറഞ്ഞപ്പോ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് കമ്പൽസറി ആയിട്ട് 4 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ മണി മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പോവുക ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലേക്കും ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിലേക്കും ആയിരിക്കും. അത് കംപ്ലീറ്റ് ആയി അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷമായിരിക്കും. അതിന്റെ കൂടെ തന്നെ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, 10 സീക്രട്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, പിന്നെ ഗോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. ഈ 3+2 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് മണി മാനിഫെസ്റ്റേഷൻ തുടങ്ങുക. മണി മാനിഫെസ്റ്റേഷൻ അത്രയും പവർഫുൾ ആയതാണ്. അപ്പൊ ഈ മണി മാനിഫെസ്റ്റേഷൻ നിങ്ങൾ 25,000 കൊടുത്താൽ നിങ്ങൾക്ക് 5 ക്ലാസ്സുകൾ കിട്ടും. ഇപ്പോൾ ജേർണി ടു ഹാപ്പിനെസിന്റെ പ്രൈസ് 10,000 രൂപയും ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് 5,000 രൂപയുമാണ്. 15,000 അതായി 1,000 രൂപയാണ് വിഷൻ ബോർഡിന്,
2000 രൂപയാണ് നമ്മൾ 10 സീക്രട്ട് ഓഫ് ലൈഫിന്. 2000 രൂപയാണ് ഗോൾ സെറ്റിംഗ്സ്. അപ്പോൾ ടോട്ടൽ 26,000 കോഴ്സ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ 25,000 മേടിക്കുന്നു, പിന്നെ ഒരു കോഴ്സും കൂടി തരികയാണ്. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ക്ലാസ് ആണ് ഇതിലൂടെ നൽകുന്നത്. രണ്ടാമത്തെ, മെന്റർഷിപ്പ് വേണ്ടവർ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ട് മാത്രമേ മെന്റർഷിപ്പ് കിട്ടുള്ളൂ. നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ എംബിഷൻസും കറക്റ്റ് ആണെങ്കിൽ പേഴ്സണൽ മെന്റർഷിപ്പ് ഞാൻ നൽകുള്ളൂ എന്നുള്ളത്. പക്ഷെ അതിന് എന്റെ സമയം കൂടി പരിമിതിയാണ് എന്നും കൂടി അറിഞ്ഞിട്ട് മാത്രം ചോദിച്ചാൽ മതി. അല്ലാത്തവർ ക്ലാസ്സിൽ ബന്ധപ്പെടുക. നമുക്ക് എപ്പോഴും ഇവിടെ കാണാം 365, നമ്മുടെ പ്രോമിസ് അറിയാലോ, 365 ദിവസവും ഇങ്ങനെ നമ്മളിവിടെ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴുമുള്ള ആഗ്രഹം എന്നറിയാം. അപ്പോൾ വേണ്ടവർ ഇപ്പൊ തന്നെ അഡ്മിന്റെ ബന്ധപ്പെട്ടിട്ട് കോഴ്സിന്റെ ഫീസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഫിക്സ് ഞാൻ ചെയ്യാം. പിന്നെ നിങ്ങൾ അഡ്മിന് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് പറയാൻ മതി. അപ്പോ മതിയല്ലോ. വേറെ പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇനി പോകണോ? ഞാൻ മതിയെന്ന് തോന്നുന്നല്ലേ ഇന്നത്തെ കാര്യം. നമുക്ക് നാളെ ഈ സാധനം കൂടി റിസൾട്ട് എടുക്കുക. നമ്മൾ ഇന്ന് തന്ന ടെസ്റ്റ് നാളെ കൂടി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, എത്ര റിസൾട്ട് കിട്ടിയെന്ന് പറയും. ഇനി ഞാൻ 2 ആൾക്കാർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരുണ്ട്, അവർക്ക് ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കണ്ടേ? അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അവർ വന്ന് അൺമ്യൂട്ട് ചെയ്തോ, ഹാൻഡ് റൈസ് ചെയ്ത് തിരിച്ചു വരൂ. നേരത്തെ എത്ര സ്കോറാ പറഞ്ഞു നോക്കട്ടെ. അവര് പോയോ? രണ്ടൊക്കെ അൺമ്യൂട്ട് ചെയ്യൂ. ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഞാൻ അൺമ്യൂട്ട് ചെയ്യും. ഷാബി ക്യാമറ ഓൺ ചെയ്യും. എന്താ പേര് നേരെ പറഞ്ഞു? ഷൈബി. ഓക്കെ, ഷൈബി പറഞ്ഞു. ഷൈബി മലയാളിയാണോ? അതെ. ഞാൻ സാറിനെ 1-to-1 സെക്ഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്തിരുന്നു, അമ്മയ്ക്ക് വേണ്ടിട്ട്. നിങ്ങളതല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട് ഇപ്പൊ? അമ്മ കുഴപ്പമില്ല. ഐസിയുലാണോ? അല്ല അങ്ങനെയൊന്നല്ല. ആൾക്ക് ഇപ്പൊ വീട്ടിലാണ്. വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു. ഓക്കെ, നിങ്ങൾ ബിനിയാന്ന് പറഞ്ഞപ്പോ ഐസിയുലാന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ സത്യം പറഞ്ഞല്ലോ, എനിക്ക് ഒന്നും മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് പിടികിട്ടില്ല. നമ്മൾ നേരിട്ട് ഇരിക്കുമ്പോൾ മനസ്സിലാക്കാം. നിങ്ങൾ കുറേ കാര്യം പറഞ്ഞു, എനിക്ക് ഒന്നും പിടികിട്ടിയില്ല. എവിടെയാണ് അതിന്റെ കോർ കാര്യം? അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം. പറ്റും. ഭയങ്കര സംഭവമാണല്ലോ നിങ്ങൾ പറഞ്ഞു. എന്താണ് നിങ്ങളുടെ സ്കോർ ഇപ്പോഴത്തെ? 9. എത്ര? 9. ശരി, കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ കോഴ്സിന് ചേർന്നിട്ട്, പിന്നെ മെഡിറ്റേഷന്റെ കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അതെല്ലേ. ഇനി എന്താണ് മണി മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ത് നിങ്ങൾക്ക് വേണം? എങ്ങനെ ഇതിനെ പുറത്ത് കടക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കടമുണ്ടോ ഇപ്പൊ? എനിക്കായിട്ട് കടയില്ല, പക്ഷെ എന്റെ വീട്ടില് കടണ്ട്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഇപ്പൊ എന്താണ് നിങ്ങളുടെ ഇൻകം എന്താണ്? ഞാൻ ഹൗസ് വൈഫാണ്. പ്രത്യേകിച്ച് ഇൻകം ഒന്നുമില്ല. ഇല്ല. പുതിയ നിയമം വന്നിട്ടുണ്ട് ഗവൺമെന്റിലോ പുതിയ നിയമം. ഹൗസ് വൈഫിന് കൃത്യമായി മാസം ശമ്പളം കൊടുക്കുന്ന നിയമം ആരെങ്കിലും കേട്ടായിരുന്നോ? അതാണ് മറന്നുപോകല്ലേ ഹൗസ് വൈഫ്. ഇവിടെ എന്നോട് ചോദ്യം തുടങ്ങിയിട്ടുണ്ട്, എടുത്ത് ശമ്പളം വന്നില്ല. പക്ഷെ പറഞ്ഞാണ്. ഓക്കെ, ഒന്ന് ഏതായാലും നമ്മൾ ഈ ആഴ്ച നമ്മൾ ഇരിക്കുമല്ലോ. എപ്പോഴാണ് ഫ്രീ ആവുന്ന വെച്ചാൽ പറഞ്ഞോളൂ. ഈ ആഴ്ച നമുക്ക് ഇരിക്കാറുണ്ട് അല്ലേ? അതിൽ ഞാനൊരു സാധനം നിങ്ങൾക്ക് തരാം. ഓക്കെ, ഗിഫ്റ്റ് വേണമല്ലോ അല്ലേ? ഇപ്പൊ ഒരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞല്ലേ ഞാനല്ലേ? എന്താണ് കിട്ടില്ല സാർ? എന്താണ് കിട്ടില്ല എന്ന് വെച്ചാൽ? കിട്ടില്ല സാർ, എന്താണ് കിട്ടില്ല? ഓക്കെ, നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യൂ. സൈബിക്ക് എന്ത് ഗിഫ്റ്റ് ആയിരിക്കും ഞാൻ ഇന്ന് കൊടുക്കേണ്ടത്? ഇവിടെ എല്ലാവരും നിങ്ങളെ കമന്റ്, ആൾക്കാരുടെ കമന്റിന് വേണ്ടി ഞാൻ വിട്ടു തന്നെ. ഇതെല്ലാം ക്ലാസ് നമ്മുടെ ക്ലാസ് ആണ്, എന്റെ ക്ലാസ് നിങ്ങളുടെ ക്ലാസ് അല്ല. എന്താണ് സൈബിക്ക് ഇന്ന് കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്? യെസ്, സ്നേഹപ്രഭ. എന്റെ വായിൽ തന്നെ മണ്ണ് വാരിയിട്ടാണ് പരിപാടി അല്ലേ? കോഴ്സ് ഫ്രീ കൊടുക്കാൻ. മെഡിറ്റേഷൻ ഓൾറെഡി ഉണ്ടല്ലോ. മെഡിറ്റേഷൻ ക്ലാസ് നിങ്ങൾ തന്നെ മറന്നുപോലെ. ഇത് 1 മാസത്തേക്കാണ് നിങ്ങൾ ഫീസ് തന്നത് കേട്ടോ. മെഡിറ്റേഷൻ ക്ലാസ് 555 രൂപ ലൈഫ് ലോങ് ഒന്നും അല്ല കേട്ടോ.
അങ്ങനെ തെറ്റിദ്ധരിച്ച് വന്നേക്കാരും. 555 രൂപ പെർ മന്ത് എന്നാണ്. നിങ്ങൾക്ക് എന്തിനാ, ഷൈനിക്ക് എന്തിനാ ഗിഫ്റ്റ് തരുന്നത്? ഓക്കെ, ഞാനതില് ഏറ്റവും ഈസി ആയിട്ട് ഒരു കാര്യം പറയാം. ടൈബി ഇപ്പോൾ മണി മാനിഫെസ്റ്റേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ അല്ലെ? ഇല്ലല്ലോ. ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് വേണോ? മണി മാനിഫെസ്റ്റേഷൻ സൈറ്റിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാനാ? വീട്ടമ്മയ്ക്ക് അത് കാര്യമില്ലാത്തൊരു സാധനല്ലേ? അതിൽ പഠിച്ചൊന്നും ചെയ്യാനില്ലല്ലേ? ഒരു കാര്യം ചെയ്യാൻ, ഞാൻ നിങ്ങളിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? നിങ്ങൾക്ക് ഞാൻ ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ് ഫ്രീ തരാം. മതിയോ? ഞാൻ ഇന്നലെ അഡ്മിനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹാപ്പി ആയോ? പക്ഷെ ഒരു കാര്യം എനിക്ക് പ്രോമിസ് ചെയ്താൽ എന്നാ മാത്രമേ തരുള്ളൂ. എന്താന്ന് പറയൂ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായിരിക്കും ഷൈബി നമുക്ക് പ്രോമിസ് ചെയ്ത് തരേണ്ടത്? നമുക്ക് എല്ലാവർക്കും പ്രോമിസ് ചെയ്ത് തരേണ്ടത് എന്തായിരുന്നു? യെസ്, റിസൾട്ട് അത് നിങ്ങൾ കാണിച്ചു തന്നിട്ടു. ഓക്കെ, ഉറപ്പാണോ? മാറ്റമുണ്ടാണ്. ഇപ്പോൾ ഈ കരയുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾ ഇരുന്നിട്ട് ഇതുപോലെ കസേരയിൽ വന്ന് ഇരുന്നിട്ട് എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കണം കേട്ടോ. എല്ലാ ക്ലാസ്സിലും കണ്ടിട്ടിയ കരയല്ല വേണ്ടത്. ഇതുപോലെ ഇത് നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കും. ജേർണി ടു ഹാപ്പിനെസ്സിലുള്ള ക്ലാസ്സിലുള്ള എന്റെ എല്ലാ സ്റ്റുഡൻസിനും ഞാൻ ടൈബിയെ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നു. നിങ്ങളാണ് റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചത്. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചുകൂടി റിസൾട്ട്. കാരണം ടൈബിയുടെ അവസ്ഥ കേട്ട് എന്താ പറയാ, ഞാൻ ആ വോയിസ് മുഴുവൻ കേൾക്കാതെ നിർത്തി. കാരണം വെച്ചാൽ എനിക്കത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്ക് പോലും ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്നലെ വന്ന് മായം അയക്കുന്നാലും നിങ്ങൾ അയക്കുന്നത് ഡിസേർവ്ഡ് ആണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നാളെ മുതൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളെ ബാക്കിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വിട്ടു തരുന്ന ആശാ ശില്പ എല്ലാവർക്കും കൂടി ടൈബി വിട്ടു തന്നിരിക്കുന്നു. റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. ഈ ഇരിക്കുന്നയാൾ നാളെ നല്ല ലെവലായി നിന്നിട്ട് പറയാൻ നിൽക്കാൻ പറ്റണം. എല്ലാം എൻ്റെ നിന്ന് മാറിയെന്നു. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, താങ്ക് യു ഷൈബി. ഓക്കെ, താങ്ക് യു. ഇനി ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. സ്കോർ എത്രയാ നിങ്ങളെ? രണ്ടാമത് പറഞ്ഞ ആൾ പെട്ടെന്ന് പറഞ്ഞു. ഷൈനി എത്രയാ സ്കോർ? വീഡിയോ ഓൺ ചെയ്യോ? ഇല്ല, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. എന്താ നിങ്ങൾ സംസാരിക്കുന്നില്ലേ? ഞാൻ സ്കിപ്പ് ചെയ്യാണ് നിങ്ങളിൽ നിന്നും. വേറെ ആരും ഇല്ലല്ലോ. വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റാത്ത ആൾ ഞാൻ എന്ത് നൽകിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഉണ്ടോ? നിങ്ങൾ പറയൂ. ഇത് പറ്റി ടൈപ്പ് ചെയ്താണല്ലോ ഇപ്പോൾ ഇവിടെ പോയി. ഷൈനി മാത്യു ഇല്ല. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പോ ദാറ്റ്സ് ഓൾ ടുഡേ. മണി മാനിഫെസ്റ്റേഷൻ വേണ്ടവർ ഇപ്പൊ തന്നെ ബന്ധപ്പെട്ട് കാണും. അപ്പൊ ലിസ്റ്റ് എനിക്ക് തരും. എന്നിട്ട് നിങ്ങൾക്ക് ഓരോ ആൾക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. സ്കോർ നിങ്ങൾക്ക് എഴുതി അയക്കണേ. അവർക്ക് അഡ്മിന് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ സ്കോറും കൂടി എഴുതി അയക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ കൂടുതൽ സംസാരിക്കുക. എന്താണ് അൻവർച്ചിൽ നിങ്ങൾ ഇതെവിടെ? യെസ്, പോയോ? ആൻഡ്രൈസ് ചെയ്ത് പോയി. അപ്പൊ ഞാൻ പിന്നെ വൈൻഡപ്പ് ചെയ്യാം. കാരണം നിങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ. ഓക്കെ, യെസ്, റെഡി ആണെങ്കിൽ ഓക്കെ ജോയിൻ ചെയ്തോളൂ സാർ. നമ്മുടെ യെസ് അൻവർ പറയൂ. അൻവർ പ്രസന്നകുമാർ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, മറ്റൊന്നുമില്ലല്ലോ. എന്നാല് ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഷൈനിക്ക് വീണ്ടും എനിക്കൊന്ന് അവിടുത്തെ ഓഡിയോ വിഷയമാണ്. ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, കൂടുതൽ മാർക്കുള്ളവർ പരിചയപ്പെടുത്താം അല്ലെ? ഓക്കെ, അതൊരു നല്ലൊരു ചോയ്സ് ആണ്. പക്ഷെ കൂടുതൽ മാർക്കുള്ളവരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ഈ ക്ലാസ് കിട്ടി അവർക്ക് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് ഒന്നും കിട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തിനാ അവർ പരിചയപ്പെടുത്തുന്നത്? വേറെ കാര്യമില്ലേ? ഓക്കെ, ഹൈ മാർക്ക് കിട്ടിയ ആൾക്കാർ പറയും 20-ന് മുകളിൽ മാർക്ക് കിട്ടിയവർ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത്. 20-ൽ മുകളിൽ മാർക്ക് കിട്ടിയവരൊന്ന് ടൈപ്പ് ചെയ്ത്. നേരത്തെ ഒരു കാര്യം പറയാൻ പറഞ്ഞു അല്ലെ? അതൊന്ന് പറഞ്ഞു പോവാ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണേ. ബാക്കിയുള്ളവർ സജീവ് വെറുതെ അൺമ്യൂട്ട് ചെയ്യല്ലേ? സജീവേ
ആവശ്യമില്ലാത്ത എന്തിനാ അൺമ്യൂട്ട് ചെയ്യുന്നത്? സജീവ് അൺമ്യൂട്ട് ചെയ്യല്ലേ വെറുതെ ആവശ്യമില്ലാതെ. ഞാൻ ഇവിടെ നിൽക്കാൻ ഡിസ്റ്റർബ് ആവുന്നുണ്ടേ. ഷൈനി മാത്യു ഒന്നുകൂടി ഒരു ചാൻസ് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ശരി. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിജിൻ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയാൻ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു വെച്ചിരുന്നു അല്ലെ? ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വളരെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു മനസ്സിലാക്കലാണ് നിങ്ങൾക്ക് ഇതിന് ആവശ്യം. ഇതും കൂടി ഇന്ന് പറഞ്ഞു പോകണമെന്ന് കരുതുന്നു. കാരണം ഇത് എപ്പോഴാണോ നമ്മൾ ഈ കാര്യത്തിനോട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്, അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കും. പൊതുവെ ഇത് ആരും പറയാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് അല്ലെ? ഈ വിശ്വാസം ഉള്ളവരുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുമുണ്ട്. റൈറ്റ്? രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസം. നിങ്ങൾ എത്ര പേര് വിശ്വാസം ഉണ്ടെന്ന് ടൈപ്പ് ചെയ്ത് ഐ ആം എ ബിലീവർ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഐ ആം എ ബിലീവർ എന്ന് പറയുന്നവർ പറയുമ്പോൾ കൃത്യമായി സത്യസന്ധമായി പറഞ്ഞ ഐ ആം എ ബ്ലൈൻഡ് ബിലീവർ. ഞാൻ എല്ലാത്തിനെയും ദൈവത്തിന് ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ശ്രദ്ധയോടെ വേണം. വെറുതെ ടൈപ്പ് ചെയ്യല്ലേ, നിങ്ങൾ പെടും. ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ടെസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടുപിടിക്കും. കൊണ്ടുപോയി. യെസ്, ഓക്കെ. ഇനി വിശ്വാസമില്ലാത്ത ആൾക്കാർ ഐ ആം നോട്ട് എ ബിലീവർ അറ്റാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു ബിലീവറേ അല്ല, ഒന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ള ആൾക്കാരുണ്ടാവും. ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവില്ല അല്ലേ? അല്ല, എന്റെ ക്ലാസ്സും ഈ വിശ്വാസവും തമ്മിൽ ബന്ധമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എന്നാൽ വിശ്വാസം ഇല്ലാത്തവരിവിടെ ഇല്ല എന്ന് പറയാം. എന്നാൽ അത് മനസ്സിലാക്കുക. ലോകത്ത് വിശ്വാസമുള്ളവർ, വിശ്വാസമില്ലാത്ത, യെസ്, ദൈവത്തെ വിശ്വാസമുള്ളവർ, വിശ്വാസമില്ലാത്ത ആൾക്കാരുമുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കേണ്ട വളരെ കുറച്ചും കൂടി ഡീപ്പ് സ്പിരിച്വാലിറ്റിയാണ്. മനസ്സിലാക്കേണ്ട കാര്യം പെട്ടെന്ന് ഞാനിത് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ നിയമം. വിശ്വാസവും അവിശ്വാസവും പാതയുടെ അവസാനമാണ് എന്നറിയുക. ഒരു വഴിയുടെ ഏറ്റവും അവസാനം രണ്ട് അറ്റമാണ് വിശ്വാസവും അവിശ്വാസവും. There is a path, one end is വിശ്വാസം, another end is അവിശ്വാസം. ഇനി വിശ്വാസം ഉള്ള ഒരാൾക്ക് പിന്നെ മുന്നോട്ട് യാത്ര ഇല്ല അവിടെ. കാരണം അവിടെ കഴിഞ്ഞു. കാരണം ഡീപ്പായിട്ട് അതിലേക്ക് വിശ്വസിച്ചു. There is no research, there is no searching for it. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് വേണ്ടത് അന്വേഷണമാണ്. ഒരു വിശ്വാസിയായിക്ക് പിന്നെ അവന് വേറെ അന്വേഷണമില്ല. കാരണം അവൻ അതിൽ കണക്ട് ചെയ്ത് ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ അവന് അന്വേഷണമില്ല. വൈ എന്ന ചോദ്യമില്ല. ബുദ്ധൻ ഏറെ കാലം നടന്നത് എന്താണെന്ന് അന്വേഷിച്ചിട്ടാണ്. ശങ്കരാചാര്യർ ഈ യാത്ര മുഴുവൻ നടത്തിയത് അന്വേഷിച്ചിട്ടാണ് അല്ലെ? ഭഗവാൻ യേശുദേവൻ കംപ്ലീറ്റ് യാത്ര നടത്തിയത് അന്വേഷണത്തിലാണ്. മുഹമ്മദ് നബി എല്ലാം പറഞ്ഞത് അന്വേഷണത്തിലൂടെ അന്വേഷിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോ ഏത് കാര്യത്തിലും നമുക്ക് ഒരു അവസാന വാക്കാവാതെ തുടർ പ്രവർത്തനമാണ് വേണ്ടത്. യാത്ര തുടർച്ചയായിരിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അന്വേഷിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റണം. അവിശ്വാസമാണോ? നോ പ്രോബ്ലം. അവിടെയും അന്ധമാവരുത്. എന്തുകൊണ്ട് ഇത് കറക്റ്റ് അല്ല എന്ന് അനുഭവം ഉണ്ടാകുമ്പോഴൊന്നും വിശ്വാസം വരില്ല. ആ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇതെന്തുകൊണ്ട് സംഭവിച്ചു. അതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ അവിടെ മുതൽ നമ്മുടെ യാത്ര എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ എല്ലാ ദിവസവും പോയി ഈശ്വരനെ പ്രാർത്ഥിക്കും. ഈശ്വരൻ ചെയ്തു തരട്ടെ, ഈശ്വരൻ ചെയ്തു തരട്ടെ, ഈശ്വരൻ ചെയ്തു തരട്ടെ. അങ്ങനെ ഒരു സംഭവം ഈ ലോകത്ത് നടക്കാറില്ല. നമ്മൾ തന്നെ, അതുകൊണ്ടാണ് പറഞ്ഞത് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ഒന്നിനും അന്ധമായി വിശ്വസിക്കരുത്. ബട്ട് യു ഷുഡ് ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻ വൈ, ഹൗ, വേർ, വെൻ. വൈ, ഹൗ, വേർ, വെൻ. ഈ ചോദ്യം എപ്പോഴും ഉണ്ടാവണം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഉപോൽപ്പന്നമായി വരുന്ന കാര്യത്തെ മാത്രമേ വിശ്വസിക്കാവൂ.
അതാണ് പറഞ്ഞത്, എപ്പോഴും പറഞ്ഞത് കാര്യകാരണ സിദ്ധാന്തം എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു സംഭവം ഒരു കാരണവുമില്ലാതെ ഒരു കാര്യവും സംഭവിക്കാറില്ല, ഒരു കാര്യവുമില്ലാതെ ഒരു കാരണവും ഉണ്ടാവാറില്ല. രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ്. അതുപോലെ വിശ്വാസവും അവിശ്വാസവും ചിലതിനെ വിശ്വസിക്കണം, ചിലതിനെ അവിശ്വസിക്കണം. അത് കൃത്യമായി നമ്മുടെ നമ്മുടെ മനനാത്മകതയിൽ നിന്ന് വരേണ്ട സംഭവമാണ്. അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അവിശ്വാസി എന്ന് പറയുന്നത് എന്നും ഡോർ കൊട്ടിയടക്കുന്നവരും മുട്ടുവിൻ തുറക്കപ്പെടും എന്ന വാക്ക് അവിശ്വാസിക്ക് ഒരിക്കലും പറ്റില്ല, വിശ്വാസിക്കും പറ്റില്ല. കാരണം വിശ്വാസിക്ക് മുട്ടുന്നതിനെ പറ്റി അറിയുക പോലുമില്ല. അവൻ അന്ധമായി അതിനെ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ മുട്ടുന്നതിനെ പറ്റി ചിന്തിക്കുന്നതേയില്ല. അവിശ്വാസിക്ക് മുട്ടുന്നതിനെ പറ്റി അവനൊന്നും അടച്ചിരിക്കുന്നത്, മുട്ടുന്നതിനെ പറ്റി അവനും ചിന്തിക്കില്ല. രണ്ടുപേരും ഒരേപോലെ സംഭവിക്കുക. അതുകൊണ്ട് ഏതിനെയും അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുക മാത്രം ഇന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മളെപ്പോഴും ആത്മീയതയിൽ വെളിച്ചം തെളിക്കാനായിട്ട് വെളിച്ചം കൊണ്ട് നടക്കണം. എന്തിനാണ് നമുക്ക് വെളിച്ചം? നമുക്ക് പൂർണ്ണമായി വിശ്വാസമാണെങ്കിൽ പിന്നെ വെളിച്ചം ആവശ്യമില്ലല്ലോ, അല്ലെ? ഇരുട്ടിൽ നടക്കാൻ ദൈവം എന്റെ കൂടെ ഉണ്ട്, നല്ലതാണ്, ദൈവചിന്ത എല്ലാം പറഞ്ഞേ. ഇരുട്ടിൽ നടക്കാൻ എനിക്ക് പറ്റും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ നടക്കാൻ പറ്റുമോ? ഇവിടെ വെളിച്ചം ആവശ്യമാണ്. ആത്മീയതയാകുന്ന വെളിച്ചം കൊളുത്തണമെങ്കിൽ അവിടെ ഇതിന്റെ രണ്ടിന്റെയും സൈഡിൽ നമുക്ക് നിൽക്കാൻ പറ്റണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. കുറച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കാര്യമാണ് എന്ന് ചിന്തിച്ചു നോക്കുക. പെട്ടെന്ന് പിടികിട്ടാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണെന്ന് മനസ്സിലാക്കിയാൽ പറഞ്ഞു, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബിലീവ് ഓൾവേസ് വാട്ട് യു വാണ്ട് ടു ഡു. ഞാൻ എപ്പോഴും അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നാളെ ഇതൊരു വിഷയമായി വരാം. താങ്ക് യു. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ്, മണി മാനിഫെസ്റ്റേഷൻ ദുബായ് പ്രോഗ്രാം, മണി മാനിഫെസ്റ്റേഷൻ കൊച്ചി പ്രോഗ്രാം മറക്കാതിരിക്കുക. ഓക്കെ.